നമസ്കാരം. ഇത് വൈറ്റ് ടീ റോസ്. റോസുകളുടെ ഇനത്തിൽ ഏറ്റവും പഴക്കമുള്ള ഇനങ്ങളാണ് ടീ റോസ് ഇനങ്ങൾ. ടീ റോസുകൾ വൈറ്റ് മാത്രമല്ല മറ്റു കളറുകളിലും ലഭ്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ തവണത്തെ സ്റ്റോക്കിൽ വൈറ്റ് ടീ റോസാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഇതാണോ വൈറ്റ് ടീ റോസുകളുടെ പ്രത്യേകത? ഫ്ലവർ നല്ല വലിപ്പമുള്ളതായിരിക്കും. പിന്നെ ടീ റോസ് എന്ന് പറയാൻ കാരണം അതിന് സ്മെല്ല് ബ്ലാക്ക് ടീയുടെ സ്മെല്ലാണ് ടീ റോസ് ഇനങ്ങളിലെ ഫ്ലവറുകൾക്ക് ഉള്ളത്. അതാണ് ഈ ടീ റോസ് എന്ന് പറയുന്നത്. പിന്നെ വൈറ്റ് ടീ റോസിന് ഒരു പ്രത്യേകത ഉള്ളത്, അതിനെല്ലാവരും കാണുന്നത് സത്യസന്ധതയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമായിട്ടാണ് വൈറ്റ് ടീ റോസിനെ പൊതുവെ കാണുന്നത്. ഇത് ബഡ് ചെയ്ത റോസുകളാണ്. ബഡ് ചെയ്താണെങ്കിലും ആ ബഡിൻ്റെതായ കേടുപാടുകളുടെ ഇതെല്ലാം കഴിഞ്ഞതാണ്. ഈ കവറിലുള്ള നോക്കിയാൽ അറിയാം. ഇതാണ് നല്ല വലിയ സ്റ്റെമ്മാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഉള്ളത് വർഷത്തിലൊരിക്കൽ ഹാർഡ് പ്രൂണിങ് നടത്തണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇരിക്കുമ്പോഴുള്ള മഞ്ഞ റോസിൽ അതുപോലെ കാശ്മീർ റോസിലൊക്കെ റോസിൻ്റെ കെയറിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഇതൊക്കെ കെയർ ചെയ്താൽ ഇതിൻ്റെയൊക്കെ ലൈഫ് 7 വർഷം തുടങ്ങി മുകളിലേക്കാണ്. നല്ല രീതിയിൽ കുറേ വർഷം നിലനിൽക്കും എല്ലാ റോസുകളും. പിന്നെ ഇവിടെ മുകളിൽ ബാക്കിലൊക്കെ പൂത്ത് നിൽക്കുന്നത് ക്യാബിയസ് വേർഡിലെ റെഡ് ജേഡ് വൈനാണ്. ഈ മഴക്കാലത്ത് ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് പൂക്കുന്നത്. മഴക്കാലത്താണ് നിറഞ്ഞു പൂക്കുന്നത്. ഇനി ഈ വലിപ്പത്തിലുള്ള തൈകൾ ടീ റോസ് വൈറ്റ് ആയാലും മറ്റു കളറിലായാലും വിൽക്കുന്നത്, ഇതിപ്പോൾ വലിയ വലിയ ചെടിയാണ്. ഇപ്പോൾ അയക്കാൻ ഭാഗത്തിന് കൊറിയർ ചെയ്യാൻ ഭാഗത്തിനായതുകൊണ്ടാണ് ഇതിൽ തന്നെ അവരിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. അതെല്ലാം റിപ്പോർട്ട് ചെയ്യാനൊക്കെ സൗകര്യം ഇത് തന്നെയാണ്. 80 റുപ്പീസിനാണ് വിൽക്കുന്നത്. 80 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പ്ലാന്റ് ആവശ്യമുള്ള എറണാകുളം കളമശ്ശേരി പുതിയ റോഡിലുള്ള ഞങ്ങളുടെ ഹോം ഗാർഡൻ നഴ്സറിയിൽ നിന്ന് നേരിട്ട് വാങ്ങാം. അല്ലാത്തവർക്ക് കൊറിയർ ചെയ്ത് അയക്കുന്നതാണ്. ഇനി മറ്റു റോസുകളുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.